സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ഗ്രേസ് മിനിസ്ട്രീസിൽ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ആശംസിക്കുകയും നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടും താല്പര്യത്തോടും കൂടെ ഇത്തിരി നേരം ഇതിൽ ശ്രദ്ധിക്കുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും നിങ്ങൾക്കൊരു അനുഗ്രഹം അതിനാൽ ഉണ്ടാകുമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സഹകരിക്കുവാൻ പ്രേരണ കൊടുത്ത അങ്ങയുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ വ്യക്തികളായി പേരുപേരായി കർത്താവ് സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതേ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം അങ്ങയുടെ നാമത്തിനും രാജ്യത്തിനും വേണ്ടി ചെലവിടുന്നത് ഒരു നന്മയായി കർത്താവിൻ്റെ വചനം രേഖപ്പെടുത്തിയതിനാൽ അവർക്കതിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹവും ആശ്വാസവും ലഭ്യമാകട്ടെ. അതിനായി ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കുടുംബങ്ങളായ വ്യക്തികളായിട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. വീണ്ടും വരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകളിൽ ആത്മരക്ഷയ്ക്കുള്ള മാർഗം എന്താണ് എന്ന് ചിന്തിച്ചു. ഇന്ന് കർമ്മങ്ങളാൽ ആത്മരക്ഷ ലഭിക്കുമോ എന്നത് വിശുദ്ധ വചനത്തിൽ നിന്ന്, ബൈബിളിലെ സത്യമായ വചനത്തിൽ നിന്ന് പരിശോധിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഓക്കെ, ഇവിടെ വായിച്ചത് പ്രവൃത്തിയാൽ രക്ഷ നേടുന്നവരെ കുറിച്ചാണ്. സ്വയപ്രവൃത്തിയാൽ. അത് കേൾക്കാൻ മധുരമായി തോന്നുന്നില്ല എന്ന് വന്നാലും, ഇമ്പമായി തോന്നുന്നില്ലെന്ന് വന്നാലും, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് അശേഷം പോലും മാറ്റമില്ല. ആർക്കും വേണ്ടി അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുത്തുന്നില്ല. അതുകൊണ്ട് കർമ്മങ്ങളാൽ ആത്മരക്ഷ ലഭിക്കുമോ എന്നാണ് ചിന്തിക്കുന്ന ചിന്ത. മറുപടി ഒറ്റ വാക്കിൽ ഇല്ല. അതാണ് 10-ാം വാക്യത്തിൽ വായിച്ചത്. ഗലാത്യ ലേഖനം 6 ചെറിയ അധ്യായങ്ങളുടെ ഒരു ലേഖനമാണ്. ആ ലേഖനം അക്കാലത്തുള്ള ഒരു ദൈവസഭയ്ക്ക് എഴുതിയതാണ്. പൗലോസ്ലീഹായുടെ ആ എഴുത്തിൽ, ആ പ്രസ്താവനയിൽ അദ്ദേഹം യഹൂദന്മാരുടെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അത് നമുക്കൊന്നും കൂടി സ്ഫുടമായി ഒന്ന് കാണാൻ എളുപ്പം കിട്ടും. 3:1. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? യഹൂദൻ എന്താണ് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? പരിച്ഛേദന യഹൂദന്റെ പ്രമാണത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ യഹൂദന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിന് വിശേഷതയുണ്ട്. അത് ന്യായപ്രമാണ യുഗത്തിലെ കാര്യം ആകയാൽ പൗലോസ് ഈ ന്യായപ്രമാണമാകുന്ന ചട്ടങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗലാത്യരോട് ചോദിച്ചതാണ് 3:10. ആ 3:10 പറഞ്ഞത് ആദ്യ ഭാഗം ഒന്നുകൂടി നോക്കിയാൽ
ഒന്നുകൂടി കേൾക്കാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണം പ്രവൃത്തിയാണ്. നിങ്ങൾക്കിത് എങ്ങനെ ഒന്ന് മനസ്സിലാക്കി തരാൻ കഴിയുമെന്ന്, ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമെന്ന്, നിങ്ങൾക്കിതും തിരിച്ചറിയാൻ സാധ്യമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഏറെ പ്രാർത്ഥിച്ചും ആശിച്ചും ആഗ്രഹിച്ചും കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ നിൽക്കുകയാണ്. ന്യായപ്രമാണ കാലത്തിലെ യുഗം അല്ല യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് അല്ല. ഇത് രണ്ടും രണ്ട് യുഗങ്ങളാണ്, രണ്ടും രണ്ട് നിയമങ്ങളാണ്. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഞാനത് പറയും അടുത്ത എപ്പിസോഡുകളിൽ. അതുകൊണ്ട് അവിടത്തേക്ക് ഞാനത് പറയാമെന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ട്, പ്രവൃത്തിയാൽ, ന്യായപ്രമാണം പ്രവൃത്തിയാലാണ്. പാപത്തിന് പ്രായശ്ചിത്തം താൻ തന്നെ വരുത്തണം. കാള, ആട്, കുറുപ്രാവ് ഏതെങ്കിലും ഒന്ന് ചട്ടപ്രകാരം കൊണ്ടുവന്ന്, ചട്ടമെന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ ചട്ടമല്ല, മനുഷ്യൻ്റെ ചട്ടമല്ല, ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചട്ടപ്രകാരം കൊണ്ടുവന്ന് യാഗം കഴിക്കേണ്ട വിധവും യാഗം കഴിക്കേണ്ട വ്യക്തിയുമാരാണെന്ന് കാണിച്ചിരിക്കുന്ന പ്രകാരം യാഗം കഴിച്ച് കഴിയുമ്പോൾ യഹോവയായ ദൈവം ഇവൻ്റെ യാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്തു. അങ്ങനെ ഇവൻ പാപവിമോചിതനാകുന്നു. അങ്ങനെ വിമോചനം പ്രാപിക്കുന്ന ആ പ്രവൃത്തി മണ്ഡലത്തെ മാറ്റി നോക്കി വിശ്വസിക്കുന്ന മാത്രം, അംഗീകരിക്കുന്ന മാത്രം, ഏറ്റുപറയുന്ന മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി. ഗലാത്യയിലെ ഒരു കൂട്ടം വിശ്വാസികൾ ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അവരുടെ ഇടയിൽ വന്ന് ദുരുപദേശം അവരെ പഠിപ്പിച്ചു. അത് വേറെ ആൾക്കാർ അത് പഠിപ്പിച്ച് അവരതിലേക്ക് കുറേ കൂടെ മാറി ചാഞ്ഞു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ പൗലോസ് ശ്ലീഹായ്ക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ദുഃഖമുണ്ടായി. ഞാൻ പൗലോസ് ശ്ലീഹായെ കണ്ട് സംസാരിച്ചതല്ല, പൗലോസ് ശ്ലീഹ എഴുതിയ രേഖയിൽ നിന്ന്, അടിസ്ഥാനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഭയം കൂടാതെ എഴുതി, ലജ്ജ കൂടാതെ എഴുതി, ആണയിട്ട് പറഞ്ഞുകൊണ്ടെന്ന പോലെ എഴുതി. ആ എഴുത്ത് വായിക്കുമ്പോൾ ഇവർ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്ന് ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഈ ലേഖനം പുറത്തു വന്നത്. അതാണ് ആ ലേഖനം. അതാ പറഞ്ഞത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം ഞാനിത് എളിമപ്പെട്ട് പറയാമോ അത്രത്തോളം എളിമപ്പെട്ട് പറയാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ധാരാളം ആൾക്കാരുമായി, രക്ഷിക്കപ്പെടാത്തവരുമായി പരിചയപ്പെടാൻ മഹാദൈവം ഭാഗ്യം തന്നതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതശൈലി കണ്ടാൽ പുതിയ നിയമ പ്രമാണവുമായിട്ട് അവർക്ക് വേണ്ടത്ര ബന്ധമില്ലാതെയും അപ്പോൾ തന്നെ ദൈവഭക്തിയുടെ പേരും ഒക്കെ പറഞ്ഞ് സഞ്ചരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇവരെ ഒരിക്കൽ തിരുത്തിയെടുക്കാം എന്ന നൊമ്പരം ഉണ്ടായതിൻ്റെ പേരിൽ ദൈവത്തോട് ഏറെ നാൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഒരുക്കി നിർത്തിയിരിക്കുന്ന അല്പസമയത്തേക്ക് ആ പ്രാഗൽഭ്യത്തോടെ പറയുന്നു, നമ്മുടെ പ്രവൃത്തിയല്ല രക്ഷയ്ക്ക് അടിസ്ഥാനം. അത് ഞാൻ ചില എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പാകെ തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാം. ഇത് കേൾക്കാനോ വായിക്കാനോ അറിയാനോ ഗ്രഹിക്കാനോ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സമയം കളയണ്ട. സ്വോത്രം, സമയം വേസ്റ്റാക്കണ്ട. ഒരാളോ 5 ആളോ 10 ആളോ കേട്ടാലും മതിയല്ലോ, എനിക്കത് മതി. ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നുള്ളത്
എൻ്റെ യൂട്യൂബിലിട്ട ലിങ്കിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആരും കേൾക്കട്ടെ കാണാൻ എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഗൗരവമുള്ള കാര്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാമെന്ന് വിചാരിക്കുന്നവൻ ശാപത്തിൻ്റെ കീഴിലാകുന്നു. സിസ്റ്ററെ, ആ കാര്യം കേൾവിക്കാർ ഒന്നുകൂടി കേൾക്കട്ടെ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് അതിന്റെ ലീഡർ? അല്ലെങ്കിൽ ആരാണ് മേലെ, ആരാണ് താഴെ? മനുഷ്യൻ താഴെ, ശാപം മേലെ. എങ്ങനെ വന്നു? പ്രവൃത്തി, സ്വന്തത്തിൽ നിന്നുള്ള, സ്വയത്തിൽ നിന്നുള്ള നീതീകരണത്താൽ രക്ഷപ്രാപിക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ മേൽ കിടക്കുന്നതാണ് ശാപം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് അടുത്ത ആഴ്ചകളിൽ, അടുത്ത എപ്പിസോഡുകളിൽ ബാക്കി ഭാഗം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗ്രഹിപ്പിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാപം എങ്ങനെ വന്നു? സ്തോത്രം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ആ വാക്ക് ആദ്യം പറഞ്ഞത് ആരാണ്? ദൈവമാണ് പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കുകയും, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. മതി. 23-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഈ ഇത്രയും വേദഭാഗങ്ങളിൽ ഇടയ്ക്കുള്ള വാക്യങ്ങളോട് ചേർത്ത് പറയുമ്പോൾ ശാപമെന്ന് ഒരിക്കൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ 3-ാം അധ്യായത്തിൽ ശാപമെന്ന് ആദ്യം ഉച്ചരിച്ചത് ദൈവമാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമി, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളെല്ലാം പാമ്പിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. എന്തുണ്ടായി? നിരന്തരം ആദാമിൻ്റെയും ഹൗവയുടെയും അരികിൽ വന്ന് ഒരുമിച്ച് നടന്ന് സംസാരിച്ച് കൂട്ടായ്മ, ആത്മീയ കൂട്ടായ്മ ആചരിച്ചു വന്ന ദൈവം ഇവരിൽ നിന്ന് നാന്യമായി. ഇവരെ പുറത്താക്കി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കണ്ടോ? ശാപം വരുത്തിവെച്ച വീന ഞാൻ പറഞ്ഞതാണോ? സ്തോത്രം. അപ്പോൾ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത് എൻ്റെ വീട്ടിൽ കയറാതെ കൊണ്ട് ഞാൻ അങ്ങനെ ആശിക്കുന്നു. എന്നിൽ കയറാതെ കൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനാനുസരണം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ ഇച്ഛിക്കുന്നു. മക്കളിലും കൊച്ചുമക്കളിലും വരാതിരിക്കാൻ ഞാൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഇടങ്ങളിൽ ഈ കാര്യം പറയാൻ അവസരമുണ്ടാകുന്നതിനനുസരിച്ച് പറയുന്നു. ആൾക്കാർ മാറ്റം വരുത്തണ്ടേ? എവിടെ നിന്ന് ശാപം വന്നു? എങ്ങനെ ശാപം വന്നു? എന്തുകൊണ്ട് ശാപം വന്നു? ദൈവകൽപ്പനയെ ഒരു പഴത്തിന് വേണ്ടി, ഒരു വായ് മധുരത്തിന് വേണ്ടി ഹൗവ, ആദാമിൻ്റെ ഭാര്യ ഹൗവ മാറ്റിവെച്ചതാണോ? അല്ല സഹോദരി, അല്ല. പിന്നെ എങ്ങനെ വന്നു? കേട്ടോ, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. ആ കള്ളൻ, ആ ചതിയൻ, ആ ഉപായി, ആ സാത്താൻ, ആ പിശാച് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. ഈ പ്രലോഭനത്തിൽ ഹൗവ പെട്ടുപോയി. അവിടെ വേറെ രുചികരമായി തിന്നാനൊന്നും ഇല്ലായിരുന്നതല്ല, എന്തെങ്കിലും കുറവുകളുള്ള സ്ഥലമായിരുന്നത് കൊണ്ടല്ല.
മറ്റേതെങ്കിലും ആവശ്യത്തിൻ്റെ മുഖത്തായിരുന്നത് കൊണ്ടുമല്ല. ഈ പ്രലോഭനത്തിൽ എത്ര കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ ഈ പ്രലോഭനത്തിൽ ചതിക്കുഴിയിൽ വീണ് കിടക്കുന്നു. ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊക്കെ വൈകാരികമായിരിക്കുന്ന ഏതെങ്കിലും പ്രലോഭനം ഉളവാക്കുന്ന വിധത്തിലുള്ള സന്ദേശമല്ലേ ഇഷ്ടം? എൻ്റെ അടുത്ത് അതില്ല കേട്ടോ. എൻ്റെ അടുത്ത് അതില്ല. ഞാൻ പറയുന്നത് തൂക്കി അരിച്ച് അളന്ന് മുറിച്ച് കൃത്യമാണെന്ന് ബോധ്യം ദൈവാത്മാവ് വരുത്തിയതിന് ശേഷം ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം പറയുന്നു. ഈ ശാപം പ്രലോഭനത്തിൽ നിന്ന് വന്നതാണ്. എന്തുവാകട്ടെ, അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായല്ലോ. ശാപം മുകളിലും വ്യക്തി താഴെയും ശാപത്തിന് കീഴാകുന്നു. ശാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള വഴി വിശ്വാസത്തിലേക്ക് വരിക. കർമ്മമാർഗത്താൽ ആത്മരക്ഷ ലഭിക്കുമോ? ചോദ്യമാണ്. ദയവായി മനസ്സുണ്ടെങ്കിൽ എഴുതുക. ഇല്ല. പിന്നെ സ്തോത്രം. മുമ്പേ പറഞ്ഞു പോയതാണെങ്കിൽ ആ വാക്യം ഒന്നുകൂടി പറയട്ടെ. ഇഷ്ടംപോലെ വചനം വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു വചനമായതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 16 30 മുതലൊന്ന് വായിച്ചു. 30 മുതൽ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ജയിൽ സൂപ്രണ്ട് ആയിരിക്കുന്ന ആ വലിയ വിലപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു. പ്രതികളായ പൗലോസ്ലീഹായോട് ചോദിക്കുന്നു, ശ്രീദാസിനോട് ചോദിക്കുന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. 34 വാക്യം കൂടെ. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഈ സമയം അർദ്ധരാത്രി. സ്ഥലം ജയിലിൽ കിടക്കുന്ന പ്രതികൾ പൗലോസും ശീലാസും. കിടക്കാൻ കാരണം അവരൊരു സ്ത്രീയുടെ മേൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയതിന്റെ കാരണത്താൽ നാട്ടുകാർ ഒന്നിച്ചുകൂടി ഇവരെ പിടിച്ചകത്താക്കി. നാട്ടുകാർ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അകത്താക്കി. അകത്ത് കിടന്ന മനുഷ്യർ പതിവുപോലെ പാടി പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുക്കുന്നത് പോലെ ഒരു കുലുക്കം ഉണ്ടായി. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. വാതിലുകളൊക്കെ തുറന്നു കിടന്നു. ഇയാൾ വിചാരിച്ചു എല്ലാവരും ഓടിപ്പോയെന്ന്. സൂപ്രണ്ട് വിചാരിച്ചു എല്ലാവരും ഓടിപ്പോയെന്ന്. പക്ഷേ ആരും പോയില്ല. അത് മറ്റൊരു വശം. ഉടനെ വാൾഡ് തന്നെത്താൻ കൊല്ലാനായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഭാവിച്ചത് പൗലോസ്ലീഹ കണ്ടു. ഈ കൂരിട്ടിൽ എങ്ങനെ കണ്ടു? സ്തോത്രം. ആര് ലേറ്റിട്ടു? അത് എന്തുവാകട്ടെ, ആത്മീയരുടെ കണ്ണ് സ്വയം നശിക്കുന്നവരിലേക്ക് നോക്കും കേട്ടോ. അതാ സംഭവം. അങ്ങനെ പൗലോസ് കണ്ടു. നിനക്ക് തന്നെ ദോഷം ചെയ്യരുത്, ഞങ്ങൾ ആരും പോയില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് ചോദിക്കുന്നത്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവിടേക്ക് ഒരു വഴിപാട് കൊടുക്കാമെന്നല്ല, ഇവിടേക്ക് ഒരു നേർച്ച വരാമെന്നല്ല, അവിടെ ഒരു സ്ഥലം വാങ്ങി കൊടുക്കാമെന്നല്ല, ഇവിടെ ഒരു സംഭാവന ചെയ്യാമെന്നല്ല. അങ്ങനെ ഈ ലോകത്ത് സാത്താൻ പഠിപ്പിച്ചിരിക്കുന്ന പാഠങ്ങളിൽപ്പെട്ട ഒന്നുമേ അല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. സാധാരണഗതിയിൽ ഇപ്പം ഞാനോ മറ്റാണ് ആ പ്രതിയെങ്കിൽ ഞാൻ വിചാരിക്കും അവൻ ചാകട്ടെ. ഇല്ല, ഒരാത്മീയനത് ചിന്തിക്കാൻ കഴിയില്ല. വേറെ ആളുടെ ദോഷം കാണാൻ കഴിയില്ല. വേറെ ആൾക്ക് ദോഷം വരാൻ മുഖാന്തരമായി തീർന്ന ഈ പാട്ടും പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയാം. അവനത് അംഗീകരിച്ചു. ഈ ജയിൽ നിയന്ത്രിക്കുന്ന ജയിൽ അധികാരി അത് അംഗീകരിച്ചു, വിശ്വസിച്ചു. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. പ്രതികളെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് ഉന്നതനായ ഒരു ജയിൽ മേധാവിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവൻ ഇവർക്ക് ഭക്ഷണം കൊടുത്തു. ഇവരുടെ മുറിവുകളെ അവൻ കെട്ടി. പകൽ അടിച്ചു പൊളിച്ച മുറിവുകൾ
കെട്ടി അങ്ങനെ ഭക്ഷണം കൊടുത്തു. ആ വീട്ടിലുള്ള എല്ലാവരോടും ഈ വചനങ്ങളെ പറ്റി പറഞ്ഞു. ദൈവത്തിൽ അവർ വിശ്വസിച്ചു. എന്താണ് റിസൾട്ട്? ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ജയിൽ മേധാവിക്ക് കുടുംബത്തിനും ആനന്ദിക്കുവാൻ വിശ്വാസം മതിയായിരുന്നെങ്കിൽ 1 കോടി രൂപ ഇന്നടത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കത്തില്ല. സ്തോത്രം. ഇത്ര ദിവസം ഞാൻ അവിടെ പോയി നിരാകാരമിരിക്കാം, ഭജനിരിക്കാം എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കത്തില്ല. ബഹുമാനപ്പെട്ട മഹാനായിരുന്ന രാജീവ് ഗാന്ധിയെ പെരുപ്പത്തൂരിൽ വെച്ച് 1991 ബോംബിട്ട് കൊന്ന ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് ശിക്ഷാകാലം കഴിയാറായപ്പോൾ ജയിലധികരോട് ആവശ്യപ്പെട്ടു, എനിക്ക് കുറച്ച് ദിവസം ഭക്ഷണം വേണ്ടാതിരിക്കാൻ അനുവദിക്കണം. അതുമാകട്ടെ അദ്ദേഹം അവിടെ കിടന്ന് മാനസാന്തരപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പുറത്തു വന്നു എന്ന് പത്രവാർത്ത കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല, അറിയത്തില്ല. അദ്ദേഹം തമിഴ് രീതിയിലുള്ള മനുഷ്യൻ, ഞാൻ മലയാളക്കാരന്, അപ്പോൾ അറിയത്തില്ല. പക്ഷെ പത്രത്തിൽ വന്ന വാർത്തയാണത്. എന്താണ് സംഭവം? 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ബോംബിട്ടു കൊന്നു. 44 വയസ്സായപ്പോൾ, അല്ലെങ്കിൽ 46 വയസ്സായപ്പോൾ, 44 എന്തോ ആട്ടെ, എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പ്രതിവിധി പ്രാർത്ഥന, പ്രതിവിധി ഉപവാസം, പ്രതിവിധി ദൈവത്തിലുള്ള വിശ്വാസം. സ്തോത്രം. വെള്ളത്തോൾ സ്റ്റീഫൻ ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു സുവിശേഷം ജയിൽ സന്ദർശിച്ചപ്പോൾ ഒരു പുതിയ പുസ്തകം ന്യൂ ടെസ്റ്റ്മെന്റ് ആ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം അത് മേടിച്ചു, വായിച്ചു. കുറച്ച് ദിവസം അവിടെ തലവടിക്കടിയിലിട്ടു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ചിന്തിച്ചു, ഞാൻ സർവ്വബലവും ഉപയോഗിച്ച് സാർവത്രികമായ ഒരു സമത്വം ഉണ്ടാക്കാൻ വേണ്ടി വാരിക്കുന്തം കൊണ്ട് നക്സലേറ്റ് പ്രവർത്തനം ആരംഭിച്ചു. എൻ്റെ പ്രസ്ഥാനം പൊളിഞ്ഞു, ഞാൻ ഇങ്ങനെയുമായി. പക്ഷേ ഇന്നേക്ക് 2000 പരം വർഷം മുമ്പ് ഈ ലോകത്തിൽ വന്ന യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തിലെ ചരിത്രം പറയുന്ന ഈ പുസ്തകത്തിന് എന്തോ പ്രാധാന്യമുണ്ടല്ലോ. വായിച്ചു, കേട്ടു, മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ ഒരു പുരോഹിതനെ വീട്ടിൽ വെച്ച് കാണാനിടയായി. ചുരുക്കട്ടെ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവാഞ്ചലിസ്റ്റായി മാറി. എന്താ ഞാൻ പറഞ്ഞത്? ദൈവത്തിൽ വിശ്വസിച്ചാൽ വീടടക്കം ആനന്ദിച്ചു. അതേത് വീട്? അതോർക്കണം. ജയിൽ മേലധികാരിയുടെ വീട് ആനന്ദിച്ചു. ഇതാ വിശ്വാസം. കർമ്മമാർഗത്താൽ ആത്മരക്ഷ ലഭിക്കുമോ? നോ, ആർക്കും സാധ്യമല്ല. വിശ്വാസത്താൽ ലഭിക്കുമോ? ആർക്കും സാധ്യമാണ്. യെസ്, കളയരുത്. അതിൽ അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്. ആ രക്ഷ അപ്പോൾ കാരാഗ്രഹമാണെങ്കിൽ ആനന്ദവും രക്ഷയും കിട്ടിയെങ്കിലേ ഒന്ന് ഓർത്തോ, അത് അന്നേരത്തേക്ക് മാത്രം ഉള്ളതല്ല. അത് ജീവിതാവസാനം വരെ ഇവിടെ ഉള്ളത് മാത്രമല്ല. അതിനപ്പുറത്തേ അദ്ദേഹത്തിനും കുടുംബത്തിനും ആത്മരക്ഷയുണ്ട്. ആത്മരക്ഷ ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് മാനസാന്തരം, ആത്മരക്ഷ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണത്, ചുവടാണത്. എന്തിനത് കളയണം? മതത്തിൻ്റെ പിന്നാലെയോ? എന്തിനത് കളയണം? മനുഷ്യൻ്റെ പിന്നാലെയോ? എന്തിനത് കളയണം? ഈ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയോ? 0. ഞങ്ങളെ നോക്കൂ, പട്ടിണി ആയിക്കൊള്ളട്ടെ പറയുമ്പോൾ പറഞ്ഞു പോകും, അറിയാതെ പറഞ്ഞു പോകുന്ന, ക്ഷമിക്കണം, എനിക്ക് കാറൊന്നുമില്ല, കാറില്ലാത്തതിന് വിഷമവുമില്ല. സ്തോത്രം. എനിക്ക് വീട് നല്ലത് ഒന്നുമില്ല, എനിക്ക് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു, സ്വന്തം വീട്ടിലല്ല മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്, ഞങ്ങൾ ഇരുവരും സന്തുഷ്ടരാണ്. ഞങ്ങളുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരും നേരെ നിന്നാൽ അവർക്ക് കൊള്ളാം. അടയ്ക്കയല്ലേ മടിയിൽ ഒതുങ്ങൂ, മരമായ മടി കയറത്തില്ലല്ലോ.
ഇതുപോലെ അവരൊക്കെ പ്രായമായില്ലേ, ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ലേ, മാതൃക ഞങ്ങളല്ലേ. വിഷയം പോകട്ടെ, നമുക്ക് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഗലാത്യ ലേഖനം 3:13 വായിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കും. ഗലാത്യർ 3:13. വേഗത്തിൽ. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ഈ പ്രവൃത്തി എന്ന പദത്തിലെ രക്ഷപ്രാപിപ്പാൻ കഴിയാത്തവണ്ണം കുടുങ്ങി ഒന്നും കൊടുക്കണ്ട. കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരാം, കടന്നു വരാം. 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഓർക്കും, വായിക്കും. എന്താണ് നിവൃത്തിയായത്? കർത്താവേ, ഞാൻ ഇങ്ങനെ കഴിയേണ്ടി വരുന്നത് എന്താണ് നിവൃത്തിയായത്? മറുചോദ്യം ഇങ്ങോട്ട്, നിനക്ക് എന്തൊരു കുറവുണ്ട്? ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല. എന്തിനാണ് പിന്നെ ഞാൻ നിവൃത്തിയായത്? നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്യേണ്ട സകല പ്രവൃത്തി ഞാൻ ചെയ്ത് തീർത്തതാണ് നിവൃത്തിയായത്. അത് നിവൃത്തിയാക്കി. നീ ഒന്നും ചെയ്യണ്ട. ഇത് അംഗീകരിക്കാൻ മാത്രം മതി, ഇത് അംഗീകരിക്കാൻ മാത്രം മതി. ക്രിസ്തുവിനെ പറയുന്ന ജനമേ, ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നിങ്ങൾ മുറിവേൽപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ പറയുന്നതല്ല മുറിവേൽപ്പിക്കുന്നത്. അതിനനുസരിച്ച് ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നടക്കുകയും ക്രിസ്തുവിനെ പറയുകയും ചെയ്യുന്നത് ന്യായവിധിയുടെ കനമേറുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ആത്മരക്ഷയ്ക്കുള്ള മാർഗം കർമ്മമാർഗങ്ങളല്ല, വിശ്വാസമാർഗമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സമയത്ത് ഈ വചനം കേട്ടവരായ എല്ലാവരോടും വ്യക്തിപരമായി ഇടപെട്ട്, കുടുംബമായി ഇടപെട്ട്, വ്യക്തിപരമായ ശാപത്തിൽ നിന്ന്, കുടുംബപരമായ ശാപത്തിൽ നിന്ന്, കർത്താവെ, അവരുടെ ആരാധനാ സംബന്ധമായ ശാപത്തിൽ നിന്ന് അവരെ കർത്താവ് പിന്നെയും ബോധം വരുത്തി തിരിച്ചെടുക്കണമേ. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, വീണുകിടക്കുന്ന ആ പാവക്കുഴിയിൽ നിന്ന്, ശാപക്കുഴിയിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ, വീണ്ടെടുക്കണമേ. താവ് അങ്ങനെ ചെയ്യാൻ പ്രസാദിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് പറഞ്ഞ് ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന്. അവരുടെ മേലുള്ള എല്ലാ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, നന്ദി. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you.